السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് ഖുർആൻ ക്ലാസ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും ഉമ്മ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വിവരിച്ചു വന്ന് സൂറത്തു മറിയമിലെ 36 ആയത്തിൽ പിന്നെയായിട്ട് ഇക്കറിന്റെ വിശദീകരിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഒരു അത്ഭുതകരമായി അള്ളാഹു താല സൃഷ്ടിച്ചത് ബാപ്പയില്ലാണ്ട്. അതിനേക്കാളും അജബായിട്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന് ബാപ്പയില്ല, ഉമ്മയില്ലാണ്ടായിട്ട് അള്ളാഹു പടച്ചത്. ഹവ്വ ഉമ്മയുടെ അതേപോലെ ബാപ്പയില്ല, ഉമ്മയില്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാരമുള്ളിൽ നിന്നായിട്ട് പടച്ചത്. സ്വാലിഹ് നബി അലൈഹിസ്സലാം ഒരു വട്ടകത്തെ കരിമ്പാറയിൽ നിന്ന് ഒരു വട്ടകം പറത്തു വരണമെന്ന് അണ്ടത്തെ കാഫിരീങ്ങൾ ആവശ്യപ്പെട്ടപ്പോ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവിടുന്ന് പുറപ്പെടുവിച്ചു കൊടുത്തത്. അതൊക്കെ അജായിബുകളായിട്ട്, അത്ഭുതങ്ങളായിട്ട്. അപ്പൊ ഉമ്മയും ബാപ്പയും ഇല്ലാണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പടക്ക് കഴിവുള്ളവൻ. അപ്പൊ ഇതൊക്കെ ചൊന്നത് അള്ളാഹുടെ കുദ്റത്തിനെ ഞങ്ങൾ മനസ്സിലാക്കുവാനായി. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനെ ആ രീതിയിൽ സൃഷ്ടിച്ചപ്പോ ഈസാ നബിക്ക് അള്ളാഹു വലിയ മോചിസത്ത് കൊടുത്ത. ആ മോചിസത്ത് കൊടുത്തിട്ടാകുമ്പോ അങ്ങനെ മരിച്ചങ്ങനെ ഹയാത്താക്കണേ, കുഷ്ഠരോഗികളെ തടവിയെങ്കിൽ അങ്ങനെ രോഗശിഫാവിടെ, കണ്ണ് കാണാത്തങ്ങൾ കണ്ണ് കാട്ടുപാട്ടി കൊടുക്കണേ. ഇങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ഈ അത്ഭുതങ്ങളെല്ലാം കാട്ടിയപ്പോ നസാറാക്കൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് തെറ്റായി വിശ്വസിച്ച ഈസാ നബി അലൈഹിസ്സലാമിനെ ഉയർത്തപ്പെട്ടാൽ പിന്നെ ചിലർ ചൊന്നത് അള്ളമേ ഭൂമിക്ക് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ അള്ളാഹു തല ഉയർന്നു പോയേ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു ടീം അങ്ങനെ ചെന്നത്. പിന്നെ ഒരു ടീം ചെന്നാല് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ മോനുണ്ട്, മറിയം ബീവി അള്ളാഹുടെ പെഞ്ഞായി. പിന്നെ ഒരു ടീം ചെന്നാല് ഇല്ല, 3 പടച്ചോണുണ്ട്, ഒന്ന് അള്ളാഹു, ഒന്ന് ഈസാ നബി, ഒന്ന് മറിയം ബീവി. പിന്നെ ഒരു ടീം ചെന്നാല് അല്ല, അള്ളാഹുടെ അടിമയും റസൂലും നബിയായിട്ട്. അപ്പൊ ഈ 4 വിഭാഗമായി ഭിന്നിച്ചതിൽ 4ാമത്തത് മാത്രമായിട്ട് ശരി. പക്ഷെ അങ്ങ് പിൽക്കാലത്ത് പിന്നെ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് യഥാർത്ഥമായ ആദ്യം മുറുകെ പിടിച്ചങ്ങ് കൊറടിയായി പോയാൽ പിന്നെ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ശരിയായ നിലക്ക് വിശ്വസിച്ച ഒരു ടീം ഇന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ നബിയുടെ കാലത്തോളം നമുക്ക് ആദീനായിട്ട് ഉള്ളത് അങ്ങ് വിശ്വസിച്ചിട്ട് ഇന്നറിഞ്ഞാണെങ്കിൽ അങ്ങ് ശരിയായ മുസ്ലിം തന്നെ. ഞങ്ങളുടെ നബി പറലോട് കൂടെ അതിനെ വേണ്ടിയിട്ട് തീർത്ത് പിന്നെ ഞങ്ങളുടെ നബിയെ കൊണ്ട് അങ്ങ് വിശ്വസിക്കണം. നിഷേധിച്ചെങ്കിൽ പിന്നെ അങ്ങ് മുസ്ലിം അല്ല. അപ്പോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ആ പിൽക്കാലത്തുള്ള, അതായത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആകാശത്ത് ഉയർത്തപ്പെട്ടാൽ പിന്നെ അങ്ങ് പല അഭിപ്രായക്കാർ അതൊക്കെ ഏറ്റിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു താല ഈ ആയത്തിലൂടെ അള്ളാഹു താല വിശദീകരിക്കുക. അങ്ങ് ശക്തിയായ ശിക്ഷയുണ്ട്, അങ്ങ് കേറിക്കേണ്ടി വരും, ഖിയാമത്ത് നാളിൽ അങ്ങ് കഷ്ടപ്പെടേണ്ടി വരും. അതാ ഇതിന്റെ 36 നിശ്ചയമായിട്ടും നന്റെ റബ്ബും നിങ്ങളെ റബ്ബും അള്ളാഹു ആയിട്ടില്ല. അള്ളാഹു ഇബാദത്ത് എടുക്കുന്നു. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതായിട്ട് യഥാർത്ഥമായ ദീന്, ഇതായിട്ട് ശരിയായ ദീന്. അതായിട്ട് മഹാനായ ആര് ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പാട്ടിയത്. നാണ് റബ്ബുണ്ട് ഈസാ നബി അലൈഹിസ്സലാം ചെന്നിട്ടില്ല, നാണ് പടച്ചോണുണ്ട് ചെന്നിട്ടില്ല, നാണ് അള്ളാഹുടെ അടിമ. ഞങ്ങളെയും നിങ്ങളെയും റബ്ബ് അള്ളാഹു. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനെ ഉയർത്തപ്പെട്ടാൽ പിന്നെ ഞങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമായി. അതായത് 3-4 ടീമായി തന്നെ. ഫവൈലുൽ ലില്ലദീന കഫറു മിൻ മശ്ഹദി യൗമിൻ അദീം, വലിയ ആ സാക്ഷിനിക്കടതായ നാൾ, അതായത് ഖിയാമത്ത് നാൾ, അണ്ടത്തെ നാൾ കാഫിരീങ്ങൾക്ക് വൈലുണ്ട്. വൈലും ചെന്ന് നരകത്തിലെ ഒരു പ്രത്യേക ഭാഗമായിട്ടും ശിക്ഷയുടെ പ്രത്യേക വിഭാഗമായിട്ടും. അപ്പൊ കഠിനമായ ശിക്ഷ അത് അങ്കുണ്ട്, ആർക്ക് കാഫിരീങ്ങൾക്കുണ്ട്. അത് അണ്ടത്തെ നാള് മഷ്അദ് സാക്ഷി നിക്കടാല്, സാക്ഷി നിക്കടനാല് കൈകാലുകൾ തന്നെ അവനക്ക് എതിരായി സാക്ഷി നിക്കേ, ഓന ഇങ്ങനത്തെ തെറ്റ് ചെയ്തന. പിന്നെ അർത്ഥ സാക്ഷിയല്ല, അവന്റെ അവയവങ്ങളെ അവനക്ക് സാക്ഷി നിക്കില്ല. അവന്റെ ബായിലെ ബന്ധാക്കി വെച്ചിട്ടേ
കൈ ചൊല്ല്, അവന്റെ കാല് ചൊല്ല്, അവന്റെ അവയവങ്ങൾ അവനിക്കെതിരെ സാക്ഷി നിൽക്കുക. അങ്ങനത്തെ ഒരു നാട്. അസ്മഅ ബിഹിം വഅബ്സിർ യൗമ യഅതൂനനാ ലകിൻ الظالمون اليوم في ضلال مبين. അണ്ട് എന്തൊരു കേൾവി, അനക്ക് അണ്ട് എന്തൊരു കാഴ്ച പെട്ടെന്ന് കേക്കട്, പെട്ടെന്ന് കാണ്ട് മനസ്സിലാവുള്ളൂ. അതായത് ഞങ്ങളെ മുട്ട ബണ്ടനാള്. പക്ഷെ ഇന്റെ എത്ര ചൊന്നേന്ന് കണ്ടെങ്കിലും അങ്ങ് ഉൾക്കൊള്ളില്ല, അങ്ങ് വ്യക്തമായ ദലാലത്തിലെ ലാക്കിനിൽ യൗമ ഇണ്ടത്തെ ലാക്കിനിൽ ളാലിമൂന ഇണ്ടതാ കാഫിരീങ്ങൾ അല്യൗമ ഇണ്ട് ഫി ദലാലിൻ മുബീൻ വ്യക്തമായ ദലാലത്തിലാണ്. ഇന്നങ്ങ് എത്ര ചൊന്നേന്ന് കണ്ടെ എനിക്ക് ഉൾക്കൊള്ളില്ല, അങ്ങനെ കാതുക നാട്ടില്ല, അണ്ടക കേക്കട് കാണ്ട് എപ്പ ആ നരകത്തെ കാണുമ്പോ ആ നരകത്തെ ശിക്ഷ അനുഭവിക്കും. വന്ദിറുഹും നബിയെ അങ്ങ് പേടിപ്പാട്ടിച്ചൊന്ന് കൊടുക്കും. യൗമൽ ഹസ്രത്തി ഖേദിക്കുന്ന നാൾ. ഇത് ഖുദിയൽ അംർ അണ്ട് തീർമാനം അങ്ങനെ തീർമാനിക്കപ്പെട്ടിട്ടായിട്ട് വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ അങ്ങ് അശ്രദ്ധയിലായിട്ടിട്ട് അങ്ങ് വിശ്വസിക്കില്ല. ഇന്നാ നഹ്നു നരിസുൽ അർദ വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. അല്ലാഹു തആല ചൊല്ലെ ഭൂമിയെ ഞങ്ങൾ അനന്തരാവകാശം എടുക്കുക. ഭൂമിയിലുള്ള ഞങ്ങളെ കൊല്ലമായിട്ട് ഞങ്ങളെ മടക്കപ്പെട്ടേ. അപ്പൊ ഭൂമി മനുഷ്യന്മാരെല്ലാം മരിപ്പാട്ടി അള്ളാഹു അതിലെ സ്വത്താവകാശം എടുക്കാൻ ചെന്നതിനർത്ഥം ഭൂമി ഉണ്ട് അള്ളാഹുടെ അതിലെ സൃഷ്ടിക്കുന്ന അള്ളാഹു താല. ഇപ്പൊ ഇത് ഇത്ര നന്റേത് ഓരോരുത്തർ ചൊല്ലുകൊണ്ട്, പക്ഷെ എല്ലാരെയും മരിപ്പാട്ടി കഴിഞ്ഞാൽ കണ്ടെങ്കിൽ പിന്നെ ആറും ചൊല്ലുകില്ലേ. ആ അർത്ഥത്തിലാ ചൊന്ന. അല്ലാണ്ട് ഇപ്പൊ ഭൂമി അള്ളാഹുടേതല്ലേ, എപ്പോഴും അള്ളാഹുടേത്, ഇക്ക് മുന്നേ അള്ളാഹുടേത്, ഇപ്പൊ അള്ളാഹുടേത്. അപ്പൊ അങ്ങ ഇപ്പൊ ഇത്ര നന്റത്, ഇത് നന്റെ സ്വത്ത്, ഇത് എന്തെല്ലാം ചൊല്ലേണ്ട ഒരു അവസ്ഥയിലായിട്ട് ഇന്നിപ്പോ ഭൂമിയിൽ നിൽക്കുന്നത് അല്ലെ. അപ്പൊ എല്ലാരെയും അള്ളാഹു താല മരിപ്പാട്ടിയും കണ്ടി പിന്നെ ആറ് ചൊല്ലെ നന്റെ ഭൂമി, പിന്നെ ആറ് തിയാമത്ത് നല്ല ചൊല്ലുകൊണ്ടാണ് ഇത് നന്റത് ഒന്നുമില്ല. അതാ അള്ളാഹു താല ചൊന്നത്. എല്ലാം നന്റെ അധികാര നന്റത്, നാണ് ഭൂമിയിലെ അതിലുള്ളതിൽ എടുക്കറ സ്വത്തായി നാണ് അവിടെ അവകാശമായിട്ട് എടുക്കറേണ്ടത്. അങ്ങനെ ഞങ്ങളെ കൊല്ല നന്റെ കൊല്ല അങ്ങനെ മടക്കപ്പെട്ട് ചെന്ന എല്ലാരും മാഷറയിൽ എവിടെ എത്തോണ്ട് ആ മാഷറാൻ ചൊല്ല് ഭൂമിക്ക് എത്തുന്നുണ്ട്. അണ്ട് കാഫിരിങ്ങൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്, അണ്ട് ഖേദിക്കിടനാള് നരകമുണ്ട് എന്നൊക്കെ അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട്ട് ചൊന്ന ആയത്തായിട്ട് 4 ആയത്ത് സൂറത്ത് മറിയമിൽ നിന്നായിട്ട് ഞങ്ങൾ ഇപ്പൊ വിശദീകരിച്ചുകൊണ്ട് എത്തിയത്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തൊന്ന് നമുക്ക് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്ന അല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. ഇവിടെ ഇന്ന നൂണ് മണിച്ചിട്ട് ഓതണം. മുസ്തഖീം എന്നതിലെ മീമുക്ക് ശബ്ദ വന്നിട്ടില്ലേ. സിറാത്തും മുസ്തഖീം ബായി ചന്തം ഉച്ചനം. ഒന്നും കൂടി നമുക്ക് ഓതാം. വഇന്ന അല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂഹു. അവിടെ ചെറിയൊരു ജീമ തന്നത് വഖഫ് ജായിസ് ബേനെ നക്കനി പാട്ട ഒത്ത് വഖഫ് ആക്കണമെങ്കിൽ ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. മുസ്തഖീം ലാസ്റ്റ് മീമല്ലേ ചന്ത ചുണ്ട് മുച്ചണം, ആ മീമ് കേൾക്കണം. സിറാത്തും മുസ്തഖീം. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. മിൻ ബൈനിഹിം ഈ ആയത്തിൽ നോക്കണം. മിൻ ബൈനിഹിം ആ നൂണിൽ പിന്നെ ബാബ് എന്നത് കൊണ്ട് ഈ നൂണിൽ മീമായി ഉച്ചരിക്കുക. അതൊക്കെ ഇഖ്ലാബ് ചൊല്ലും. മിൻ ബൈനിഹിം അവിടെ ചെറിയൊരു മീമിട്ട് കൊടുത്തിട്ടില്ലേ, അത് ആ നൂണിൽ മീമാക്കി ഉച്ചരിക്കണം. ഫവൈലുൽ ലില്ലദീന കഫറൂ മിൻ മശ്അദി മീമുക്ക് ശബ്ദമുണ്ട്. അസ്മിഅ ബിഹിം വഅബ്സിർ يوم يأتوننا لكن الظالمون اليوم في ضلال مبين. ضلال مبين മീമുക്ക് ശബ്ദ വന്നവിടെ മണിക്കണം. അങ്ങനെ ഓതി അതാദത്താക്കണം. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون.
ഇന്നാ നഹ്നു നരിസുൽ അർദ വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അതോടൊപ്പം എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ നല്ലോണം സ്നേഹിക്കുകയും മുറുകെ പിടിക്കുകയും ഓതവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ചരിത്രം ഏറ്റിക്കിട്ട് ഇതിനപ്പുറച്ചുള്ളൊക്കെ പണ്ടത് മറിയം ബീയെ സംബന്ധിച്ച്, ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച്, സക്കരിയ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ വിവരിച്ചു വന്ന ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഈ സൂറത്ത് അതിലപ്പുറം വിവരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.